ഏതായാലും വരുന്ന കഴിഞ്ഞ മണിക്കൂറിലൊക്കെ തന്നെ സംഭവിച്ചത് എന്താണ് എന്നുകൂടി വളരെ പെട്ടെന്ന് നോക്കാം. ഈ ആദ്യ സമയത്ത് അല്ലെങ്കിൽ പകൽ സമയത്ത് യാതൊരു വിധത്തിലുള്ള പ്രകോപനങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ രാത്രിയിൽ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്നത് ഈ പട്ടാള മേധാവിയെ പാകിസ്ഥാൻ മാറ്റുന്നുണ്ടോ എന്ന ചില ചോദ്യങ്ങളായിരുന്നു. കാരണം അസിം മുനീറിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഒരുപക്ഷെ ഇത്തരത്തിൽ രൂക്ഷമായൊരു സംഘർഷ സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ടതും ഈ പറയുന്ന പോലെ കൂടിയാലോചനകൾ നടത്തേണ്ടതും യോഗങ്ങൾ കൂടേണ്ടതും ഒക്കെ പട്ടാള മേധാവിയാണ്. പക്ഷേ അസിം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പട്ടാള മേധാവി അവിടെ എങ്ങുമില്ല. എവിടെ പോയി എന്ന് അറിയില്ല. അങ്ങനെ ആ പട്ടാള മേധാവിയെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയോ എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പരക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു ദിവസം ഒരു പൂർണ്ണമായി 24 മണിക്കൂർ പൂർത്തിയാകുമ്പോൾ പോലും അസിം മുനീർ എവിടെ എന്നതിൽ ഒരു ഉത്തരം പാകിസ്ഥാൻ നൽകിയിട്ടുമില്ല. പിന്നീട് നമ്മൾ കണ്ടു ഇസ്ലാമാബാദിൽ അവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക വസതിക്ക് ഏതാണ്ടൊരു കിലോമീറ്ററുകൾക്കപ്പുറം ഉഗ്രസ്ഫോടനങ്ങൾ സംഭവിക്കുന്നു. അതിന് പിന്നാലെ ഷഹബാസ് ഷെരീഫിനെ അവിടെ നിന്നും രഹസ്യ കേന്ദ്രത്തിലേക്ക് സുരക്ഷിത താവളത്തിലേക്ക് മാറ്റി എന്ന വാർത്ത വരുന്നു. അങ്ങനെ ഒരു പ്രധാനമന്ത്രിക്ക് തന്നെ അവിടെ നിന്നും മാറേണ്ട സ്ഥിതി ഉണ്ടാവുന്നു. അങ്ങനെ അതിനുശേഷവും ഒരു കൃത്യമായ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമോ പ്രതികരണമോ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. അതും 24 മണിക്കൂർ മുൻപാണ്. അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു ദിവസമായി പാകിസ്ഥാനിലെ പട്ടാള മേധാവിയെക്കുറിച്ചോ അവിടുത്തെ പ്രധാനമന്ത്രിയെക്കുറിച്ചോ യാതൊരു വിവരവും ഇപ്പോഴും സംഭവിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചത് ഇന്ന് പകൽ നേരമെങ്കിലും പാകിസ്ഥാന്റെ ഒരു ഔദ്യോഗിക പ്രതികരണമെങ്കിലും ഈ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്നാണ്. ഈ മണിക്കൂറിൽ പോലും അത് സംഭവിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ പാക് പ്രകോപനം ഉണ്ടായത് വൈകുന്നേരത്തോടെയാണ്. അല്ലെങ്കിൽ ഇരുട്ട് പകർന്ന് തുടങ്ങിയ ആ സമയത്താണ് പാകിസ്ഥാന്റെ പ്രകോപനം ഇന്നും ഉണ്ടായത്. വീണ്ടും ഡ്രോണുകൾ പറന്നു തുടങ്ങുന്നു. ആ ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തിയെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. അത് കൃത്യമായി ഡിറ്റക്ട് ചെയ്യുന്നു ഇന്ത്യൻ സേന. അത് തകർക്കുകയും ചെയ്യുന്നു. ചില ഡ്രോണുകൾ താഴെ വീണെങ്കിലും അവിടുത്തെ അപകട സാധ്യത ഇന്ത്യ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. എടുത്തു പറയേണ്ടത് ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പാകിസ്ഥാന്റെ പട്ടാള മേധാവി ഇല്ല, അവിടെ പ്രധാനമന്ത്രി ഇല്ല, അവരൊക്കെ എവിടെയാണെന്ന് പോലും അറിയില്ല. ആഭ്യന്തര കലാപം അതിനിടെ രൂക്ഷമായി മാറിയിട്ടുമുണ്ട്. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ പട്ടാളം തന്നെ അവിടെ തീരുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ അവർക്കെതിരെ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പോൾ ആരാണ് ഈ ഡ്രോണുകൾ ഇങ്ങനെ പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിൽ ഇന്ത്യൻ അതിർത്തിയിലേക്ക് പറത്തിവിടുന്നത് എന്നൊക്കെയുള്ള ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ ടർക്കിഷ് ഡ്രോണുകളാണ് ഇവ എന്ന് ഇന്ത്യ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കേന്ദ്രം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ബൽറാം, ഇന്ത്യൻ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, അത് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം എങ്ങനെയാണോ പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിലേക്ക് പ്രകോപനം ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് നേരത്തെ അറിയിച്ചതാണ്. അങ്ങനെങ്കിൽ പാക് പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യൻ ആക്രമണം അത് തുടങ്ങിക്കഴിഞ്ഞു. ജമ്മു സെക്ടറിലാണ് ഇന്ത്യൻ തിരിച്ചടി എന്നും അറിയുന്നു. ഇതിന്റെ ഇന്റൻസിറ്റിയെ നമുക്ക് എങ്ങനെയാണ് താരതമ്യം ചെയ്യാൻ കഴിയുക? കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഒരു വലിയ തോതിലുള്ള പ്രകോപനം ഇന്നുണ്ടായിട്ടില്ല എന്ന് ശ്രദ്ധേയമാണ്. ഇന്നലെ 36 കേന്ദ്രങ്ങൾ, ഇന്ന് 26 കേന്ദ്രങ്ങൾ. ഇന്നലെ 400ഓളം ഡ്രോണുകൾ ഉപയോഗിച്ചു. ഇന്നിപ്പോൾ എത്ര ഡ്രോണുകൾ ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ ഒരു ചിത്രം ഇതുവരെയും കിട്ടിയിട്ടില്ല. പക്ഷേ മിസൈലുകളോ അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകളോ പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടിയ അപ്ഡേറ്റുകൾ. അപ്പോൾ എങ്ങനെ താരതമ്യം ചെയ്യാം? ഒപ്പം ഇന്ത്യൻ തിരിച്ചടി അതെങ്ങനെ? പ്രജിൻ, കഴിഞ്ഞ ദിവസത്തിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഈ പാകിസ്ഥാൻ ഉന്നം വെച്ച സ്ഥലങ്ങളുടെ എണ്ണത്തിൽ ഇന്ന് കുറവുണ്ടായിരിക്കുന്നു എങ്കിൽ പോലും ഒരേ പ്രദേശത്തേക്ക് കൂടുതൽ ഡ്രോണുകൾ അയക്കുക എന്ന ശൈലിയാണ്, എന്ന തന്ത്രമാണ് ഇന്ന് പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്നത്. അത് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഡ്രോണുകൾ അയച്ചത് എങ്കിൽ അതിർത്തി മേഖലയിൽ ഇന്ത്യയും നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്കുള്ള ആക്രമണം അതിരൂക്ഷമായി തന്നെ ഇന്നും തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് ഇരുട്ടും മുമ്പ് തന്നെ പാകിസ്ഥാൻ ഉറി സെക്ടറിൽ ആദ്യ ഷെല്ലാക്രമണം നടത്തി. തുടർന്ന് മറ്റ് ഇടങ്ങളിലും ആക്രമണം തുടരുകയാണ് ഉണ്ടായത്. ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നത് പൂഞ്ച് മേഖല, ഒപ്പം തന്നെ ജമ്മു മേഖല എന്നിവിടങ്ങളിലാണ്. പാകിസ്ഥാൻ ഇന്ത്യയിലെ ഗ്രാമങ്ങളെ ലക്ഷ്യം വെച്ച്, സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുമ്പോൾ അതിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ഈ ആക്രമണം നടത്തുന്ന പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെയാണ് പ്രത്യാക്രമണം നടത്തുന്നത്. ഇന്നലെ മുതൽ പാക് സൈന്യത്തിന്റെ ഈ പ്രകോപനത്തിനെതിരെ പീരങ്കി ആക്രമണം നടത്താൻ ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചിരുന്നു. അതിനാവശ്യമായ വിന്യാസം നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ശക്തമായ പ്രതിരോധം തന്നെ ഇന്ത്യൻ സൈന്യം തീർക്കുന്നുണ്ട്. അതിശക്തമായ വെടിയൊച്ചകൾ
ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാൻ തുടർച്ചയായി ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് മനഃപൂർവമായ ആക്രമണം നടത്തുന്നു. ആൾനാശം പരമാവധി ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് പാകിസ്ഥാന്റെ ഈ ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. അതേസമയം അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ തിരിച്ചറിയാൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് കഴിയുന്നുണ്ട്. ഇതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് വലിയൊരു പരിധിവരെ ഈ അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ ഫയറിംഗ് റേഞ്ചിന് അല്ലെങ്കിൽ ഷെല്ലാക്രമണ റേഞ്ചിന് അകത്ത് വരുന്ന ആളുകളെ പൂർണ്ണമായും മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ സൈന്യത്തിന് എന്നുള്ളത് ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ ഈ ആൾനാശം അടക്കമുള്ളവ സംബന്ധിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളായി വലിയ കുറവുണ്ടായിട്ടുണ്ട്. എന്നാൽ സ്വത്തുനഷ്ടം അടക്കം വീടുകൾ ഉൾപ്പെടെയുള്ളവ തകർത്ത് കളയുന്ന സാഹചര്യം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിൽ പ്രധാനമായും വളരെ കുറച്ചു പേർ മാത്രമാണ്, ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ പെട്ടുപോകുന്നവർ മാത്രമാണ് അതിർത്തി മേഖലയിൽ ഇപ്പോൾ തങ്ങുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എങ്കിൽ പോലും പാകിസ്ഥാന്റെ ആക്രമണം അത് വീടുകളെ, കടകളെ പൂർണ്ണമായും തകർത്ത് കളയുന്ന അവസ്ഥയിലാണ്. അത് മാരകമായ ഷെല്ലുകളാണ് ഇന്ത്യൻ ജനങ്ങളുടെ വീടുകൾക്കും കടകൾക്കും നേരെ പ്രയോഗിക്കുന്നത്. അതിന്റെ നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നതിലും വലിയതാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഈ ഉറി, കുപ്വാര അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ കണ്ടതാണ്. അതേ ശൈലിയിൽ ഇന്ന് രാത്രിയും പാകിസ്ഥാൻ ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. അതേസമയം ഡ്രോൺ ആക്രമണവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ ഇന്ന് ശൈലി മാറ്റിയിരിക്കുന്നു. എന്നാൽ പാകിസ്ഥാന്റെ ആ മാറിയ ശൈലിയെയും കൃത്യമായി തന്നെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ പ്രജിൻ ഈ ജനവാസ മേഖലകൾ, ജമ്മു കശ്മീരിനകത്ത് അതിർത്തി യോട് ചേരാത്ത ജനവാസ കേന്ദ്രങ്ങൾ പോലും ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ ഇന്ന് ഡ്രോണുകൾ അയച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് അനന്ത്നാഗ് അടക്കമുള്ള മേഖലകളിലേക്ക്, പുൽവാമ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പാകിസ്ഥാൻ ഡ്രോണുകളെ അയച്ചിരിക്കുന്നു, ജനവാസ മേഖലകളിലേക്ക്. കൂടാതെ ബാരാമുള്ള നഗരമേഖലയിൽ പോലും, അതിർത്തിയിൽ നിന്നും ഏറെ വിട്ടുള്ള നഗരമേഖലയിൽ പോലും പാകിസ്ഥാന്റെ ഡ്രോണുകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം ഇന്ന് കേൾക്കാമായിരുന്നു. അതിന്റെ ആശങ്ക ജനങ്ങളിലുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിൽ ഈ അതിർത്തിക്കുള്ളിലേക്ക് ഏറെ ഈ ഡ്രോണുകൾ എത്തുന്നത് ജനങ്ങളിൽ ആശങ്ക പടർത്തിയിട്ടുണ്ട്. ഒരു ഡ്രോൺ പോലും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഒരു ശ്രമം പോലും ജമ്മു കശ്മീരിൽ ഇതുവരെയും ഫലം കണ്ടിട്ടില്ല. അത് ഒരു തരിമ്പ് പോലും പരിക്കേൽപ്പിക്കാൻ പാകിസ്ഥാന്റെ ഡ്രോണുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നും നമുക്ക് കാണുന്ന ചിത്രം. പ്രതിരോധ സംവിധാനം എങ്ങനെയാണോ ഒരു രാജ്യത്തെ ജനങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കുന്നത്, അതാണ് ഇന്നും ജമ്മു കശ്മീരിൽ കണ്ടത്. പാകിസ്ഥാന്റെ ഡ്രോണുകൾ മുഴുവനായും തന്നെ ഈ ജമ്മു കശ്മീരിന്റെ ആകാശത്ത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞു. അത് ശ്രീനഗർ വിമാനത്താവളത്തെ ലക്ഷ്യം വെച്ച് വന്ന ഡ്രോണുകൾ അടക്കമുള്ളവ നശിപ്പിക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. അതേസമയം അതിർത്തിയിലെ ജനവാസ കേന്ദ്രങ്ങൾ, വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പാകിസ്ഥാന്റെ ഷെല്ലിംഗ് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് ഈ ഒരു ഘട്ടത്തിലും. പ്രജിൻ, ബൽറാമും ജോഗീർ സിംഗും പ്രത്യേകിച്ചും ഈ ഉറി പോലുള്ള, ഉറിയിൽ ബാരാമുള്ള, ഇതൊക്കെ നമ്മൾ ഈ വാർത്തകളിലും ഒക്കെ ദൃശ്യങ്ങളിലൊക്കെ കണ്ട കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ബൽറാമും ജോഗീർ സിംഗും ഒക്കെ ആ മേഖലകളിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സഞ്ചരിക്കുന്നുണ്ട്. അവിടെയൊക്കെയുള്ള പ്രദേശവാസികളൊക്കെ നമ്മോട് പറയുന്നുണ്ട്, സാധാരണ ജനജീവിതം അവിടെയൊക്കെ ഉണ്ടോ? ഈ സംഘർഷ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരോടൊക്കെ ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് സേനാ വിഭാഗങ്ങൾ? അവിടെ സാധാരണ പോലെ പ്രവർത്തിക്കുന്ന കടകളും അതൊക്കെ അതുപോലെ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അവിടുത്തെ ജനങ്ങളുടെ ഒരു ജീവിത സാഹചര്യം അത് എങ്ങനെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു? പ്രജിൻ, പാകിസ്ഥാൻ ഈ ഒരു ഷെല്ലാക്രമണം അതിർത്തി മേഖലകളിലെ ജനവാസ മേഖലകളിലേക്ക് ആരംഭിച്ച ആദ്യ ദിവസം തന്നെ നമ്മൾ ഈ ഉറി മേഖല സന്ദർശിച്ചിരുന്നു. എന്നാൽ അന്ന് ആശങ്ക ജനങ്ങൾ പങ്കുവച്ചിരുന്നു എങ്കിൽ പോലും ഈ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ ഒഴികെ മറ്റ്, പ്രത്യേകിച്ച് ഉറി ടൗൺ എന്നുള്ളത് ചെറിയൊരു ടൗൺ ആണെങ്കിൽ പോലും അത് വളരെ സജീവമായി അവിടെയുള്ള കടകൾ എല്ലാം തന്നെ പ്രവർത്തിച്ചിരുന്നു.
എന്നാൽ ഇന്ന് ആ ചിത്രം മാറിയിരിക്കുന്നു. 3 ദിവസം പിന്നിട്ടപ്പോഴേക്കും ഉറി ഏതാണ്ട് വിജനമായ അവസ്ഥയാണ് ഉള്ളത്. പ്രജിൻ, ഇന്ന് മാത്രം 24 മണിക്കൂറിനിടെ 15,000-ഓളം പേരാണ് ഉറിയിൽ നിന്നും വീടും സ്വത്തുക്കളും എല്ലാം ഉപേക്ഷിച്ച് ജീവൻ മാത്രം രക്ഷിക്കാൻ ഉദ്ദേശിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക്, അത് ബാരാമുള്ളയിലേക്കും ശ്രീനഗറിലേക്കും ആണ് ഇവരിൽ ഭൂരിഭാഗവും ചേക്കേറിയത്. അവരുടെ ബന്ധുവീടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനം ഒരുക്കി ഹോട്ടൽ റൂം എടുത്ത്, അതുമല്ലെങ്കിൽ ശ്രീനഗർ നഗരത്തിനകത്ത് അവരുടെ വാഹനം കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് രാത്രി അതിൽ കഴിച്ചുകൂട്ടുകയാണ് ഈ ഉറി മേഖലയിലുള്ള ജനങ്ങൾ.